നമസ്കാരം, ഞാൻ MS. വളർത്തു സിംഹത്തിന് ദിവസവും വയറു നിറയെ നൽകിയത് മനുഷ്യ മാംസം. ലോകം കണ്ടിട്ടുള്ള ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു സൈനികൻ എന്ന് വെച്ചാല് തടവുകാരെ, ജയിലിൽ കഴിയുന്ന തടവുകാരെ വളർത്തു സിംഹത്തിന് ഭക്ഷണമായിട്ട് നൽകിയ കൊടും ക്രൂരനായിട്ടുള്ള ഒരു സിറിയൻ സൈനികനായിട്ടുള്ള തലാൽ ദക്കാക്ക് എന്ന് പറയുന്ന ആളെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ തന്നെ തയ്യാറാക്കുന്നത്. എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ജനക്കൂട്ടം പരസ്യമായിട്ട് വധിച്ചു എന്നുള്ളതാണ്. കഥ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിലും ഈ കാര്യത്തിൽ ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്ഥിരീകരണം ലഭിച്ചിട്ടില്ല. പടിഞ്ഞാറൻ നഗരമായിട്ടുള്ള ഹമാമിൽ വെച്ചിട്ട് പരസ്യ വിചാരണയ്ക്ക് ശേഷം ജനക്കൂട്ടം കൊലപ്പെടുത്തി എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ മാധ്യമങ്ങൾ പുറത്തുവിട്ടിരിക്കുന്ന ഒരു കാര്യം തന്നെ. തലാൽ ദക്കാക്ക് എന്ന ഇദ്ദേഹം സിറിയയിലെ ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു സൈനികൻ എന്ന് കുപ്രസിദ്ധി ഉടമയായിരുന്നു ഇദ്ദേഹം. ആ ഒരു പേരിലായിരുന്നു ഇദ്ദേഹം അറിയപ്പെട്ടിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല, ഇദ്ദേഹം സൈനികൻ എന്നതിനൊപ്പം തന്നെ ഹമയിലെ അതിശക്തനായിട്ടുള്ള ഒരു ബിസിനസ്സുകാരൻ കൂടിയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ചുരുക്കി പറഞ്ഞാല് അധികാരത്തിന്റെ ബലത്തില് മറ്റുള്ളവരെ എല്ലാം തന്നെ അടിച്ചമർത്തിയായിരുന്നു തലാലിന്റെ ഒരു വളർച്ച എന്ന് പറയുന്നത്. ഇയാള് എയർഫോഴ്സ് ഇന്റലിജൻസിന് നേതൃത്വം നൽകിയിരുന്നതായിട്ടും റിപ്പോർട്ടുകളുണ്ട്. കഥ എങ്ങനെയാണ് എന്ന് വെച്ചാൽ, സിറിയയിലെ ഒരു മൃഗശാലയിൽ നിന്ന് ഇദ്ദേഹം സ്വന്തം ഇഷ്ടപ്രകാരം എടുത്തു വളർത്തിയ ഒരു സിംഹക്കുട്ടിക്കാണ് ഇയാള് മനുഷ്യമാംസം കൊടുത്തുകൊണ്ടിരുന്നത്. അതും അവിടുത്തെ സിറിയയിലെ ജയിലിൽ കഴിയുന്ന തടവ് പുള്ളികളെ, ഒരു ദിവസം ഏതാണ്ട് ഒരു 100-ലേറെ ജയിൽ പുള്ളികളെ ഇദ്ദേഹം കൊല്ലുമായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ അദ്ദേഹത്തിന്റെ സിംഹക്കുട്ടിക്ക് ഭക്ഷണമായിട്ട് കൊടുക്കുമെന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത. അങ്ങനെ ജയിൽ പുള്ളികളെ അതിക്രൂരമായി കൊന്നതിന് ശേഷം ഇദ്ദേഹത്തിന്റെ സിംഹക്കുട്ടിക്ക് ഭക്ഷണമായിട്ട് ആ ജയിൽ പുള്ളികളെ കൊടുക്കുമെന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഒരു റിപ്പോർട്ട് തന്നെ. നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം എന്തെന്നാൽ, ഇദ്ദേഹത്തിന്റെ സിംഹക്കുട്ടിക്ക് ഭക്ഷണമായി കൊടുത്തിരുന്നത് ജയിലിലെ ശിക്ഷ അനുഭവിക്കുന്ന തടവുകാർ മാത്രമായിരുന്നു. ആ തടവുകാരായിരുന്നു സിംഹത്തിന്റെ ഭക്ഷണമാകാൻ വിധിക്കപ്പെട്ടവരെന്ന് വേണം വിശേഷിപ്പിക്കാൻ. ദിവസവും 100 കണക്കിന് തടവുകാരാണ് കൊല്ലപ്പെടുന്നതിനാൽ തന്നെ തലാലിന്റെ വളർത്തു സിംഹത്തിന് ഒരിക്കലും ഭക്ഷണത്തിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. തലാൽ ദക്കാക്കിന്റെ മറ്റൊരു സവിശേഷത എന്തെന്നാല്, അതായത് തട്ടിക്കൊണ്ടുപോകല്, കൊലപാതകം, അതേപോലെ തന്നെ അവയവ വ്യാപാരം, അതേപോലെ മയക്കുമരുന്ന് കച്ചവടം തുടങ്ങിയിട്ടുള്ള നിരവധി കുറ്റകൃത്യങ്ങളിൽ ഇയാള് പങ്കാളിയായിരുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, അതുകൊണ്ട് തന്നെയാണ് വിമതര്, അവിടെയുള്ള സിറിയയിലെ വിമതര് ഇദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും. അതുകൊണ്ടാണ് പരസ്യ വിചാരണയ്ക്ക് ശേഷം ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിമതര് തന്നെ തെരഞ്ഞെടുത്തതും. ഏറ്റവും ശ്രദ്ധിക്കപ്പെടേണ്ട മറ്റൊരു വസ്തുത എന്തെന്നാല്, തലാലിനൊപ്പം പുറത്താക്കപ്പെട്ടിട്ടുള്ള പ്രസിഡന്റ് ബഷാർ അൽ അസാസിന്റെ കാലത്തെ നിരവധി മുതിർന്ന സൈനികരും ഇപ്പോൾ വിമതരുടെ പിടിയിലാണ് എന്നുള്ളതാണ്. പലരെയും ജനക്കൂട്ടം പിടികൂടി വിമതർക്ക് ഏൽപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ഇതിൽ തന്നെ ഐസിസ് സംഘങ്ങള് മുൻ സൈനികരെ പിടികൂടി വധിക്കുന്നു എന്നും റിപ്പോർട്ടുകളുണ്ട്. ഹോംസ് മരുഭൂമിയിൽ വെച്ചിട്ട് ഏതാണ്ട് 54 മുൻ സൈനികരെ ഐസിസുകാർ കൊലപ്പെടുത്തിയതായിട്ട് സിറിയൻ ഒബ്സർവേഷൻ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗം അറിയിച്ചിട്ടുമുള്ള ഒരു കാര്യമാണ്. കഥ ഇങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ, സിറിയയിൽ പുതിയ ഭരണകൂടത്തെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്നുള്ളതാണ് മറ്റൊരു വസ്തുത. ശക്തമായിട്ടുള്ള ഒരു ഭരണകൂടം ഉണ്ടെങ്കിൽ മാത്രമാണ് രാജ്യം ആഭ്യന്തര യുദ്ധത്തിലേക്ക് വീഴാനുള്ള സാധ്യത കുറവാകുകയുള്ളൂ. അങ്ങനെയുള്ള ഒരു സാധ്യത ഉണ്ടെന്നുള്ളതാണ് യൂറോപ്യൻ യൂണിയൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ കാര്യങ്ങളിലെല്ലാം തന്നെ യാതൊരുവിധ തരത്തിലുള്ള ഒരു ഭയവും വേണ്ടെന്നാണ് വിമതർ പറയുന്നത്. എന്ന് വെച്ചാൽ, ക്രൂരപീഡനങ്ങളുടെ പേരിൽ കുപ്രസിദ്ധമായിട്ടുള്ള സിറിയയിലെ ജയിലുകളിൽ അടച്ചു പൂട്ടുമെന്നും അതുപോലെ തന്നെ അതിനെ ഇനി ഒരിക്കലും തുറന്നു പ്രവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും ആണ് വിമത നേതാവായിട്ടുള്ള അബൂബക്കർ അല്ലെങ്കിൽ അബു മുഹമ്മദ് എന്ന് പറയുന്ന അൽ ജുലാനി അറിയിച്ചിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതിനൊക്കെ ഇടയിൽ സിറിയയിലെ പുറത്താക്കപ്പെട്ടിട്ടുള്ള പ്രസിഡന്റായിട്ടുള്ള ബാഷർ അൽ അസാദിന്റെ പിതാവും അതേപോലെ തന്നെ രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റുമായിട്ടുള്ള
ഹാഫിസ് അൽ അസാദിന്റെ ശവകുടീരം അത് വിമതരെ ശരിക്കും പറഞ്ഞാൽ കത്തിച്ചു കളഞ്ഞു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കത്തിച്ചു കളഞ്ഞു എന്ന് പറയുന്ന സ്ഥലം എന്ന് പറയുന്നത് വടക്കൻ സിറിയയില് കർദാഹയിൽ സ്ഥിതി ചെയ്യുന്ന ശവകുടീരത്തെയാണ് വിമതര് തകർത്തത്. ആ ശവകുടീരത്തിന് തീയിട്ട ശേഷം അവിടെ സിറിയൻ പതാകയുമായിട്ട് നിൽക്കുന്ന വിമതരുടെ ചിത്രങ്ങളും വീഡിയോകളുമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്.